ഞങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് കടന്നു വരുന്ന മൃഗങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള അനുവാദം മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി. അത് ഞങ്ങൾ ഇവിടെ ചെയ്തു കൊള്ളാം. ഇതാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. സർക്കാർ ഞങ്ങൾക്കത് നൽകിയില്ലെങ്കിൽ ഒരു ദിവസം പ്രഖ്യാപിച്ച് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രദേശങ്ങളിൽ ഇറങ്ങി ഞങ്ങൾ വെടിവെച്ച് കൊല്ലുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവന് സംരക്ഷണം നൽകാൻ സർക്കാരിന് സാധിക്കുന്നില്ലെങ്കിൽ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ഇനി ഒരു ദുരന്തം ഇതുകൂടി ആവർത്തിച്ചാൽ ഇവിടുത്തെ ഈ മലമ്പ്രദേശത്തെ ഭരണം ഞങ്ങൾ തന്നെ ഏറ്റെടുക്കുമെന്ന് ഉറക്കെ ഞങ്ങൾ പറയുകയാണ്. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, ഇപ്പോൾ അനുരഞ്ജന ചർച്ച അല്ലെങ്കിൽ സമവായം ഉണ്ടാക്കാനുള്ള ചർച്ച ജില്ലാ കളക്ടറേറ്റിൽ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അക്രമകാരിയായ കാട്ടുപോത്തിനെ വെടിവെക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള നിർദ്ദേശവും ഉത്തരവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് പുതിയ വിവരങ്ങൾ? മരിച്ച അബ്രഹാമിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല, അതിന്റെ തുടർ നടപടിയിലേക്ക് കടന്നിട്ടില്ല, അവരുടെ ആവശ്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടായിട്ടില്ല. എന്താണ് ഇപ്പോൾ നടക്കുന്നത്? പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, അബ്രഹാമിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്ന 4ാമത്തെ ചർച്ചയാണ് അല്പസമയത്തിനുള്ളിൽ കോഴിക്കോട് കളക്ടറേറ്റിൽ നടക്കാൻ പോകുന്നത്. കോഴിക്കോട് കളക്ടറുടെ നേതൃത്വത്തിലാണ് ഈ യോഗം വിളിച്ചിട്ടുള്ളത്. ജനപ്രതിനിധികൾ, അബ്രഹാമിന്റെ കുടുംബാംഗങ്ങൾ, നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. നിലവിൽ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ആവശ്യങ്ങളിൽ അവസാനഘട്ട ചർച്ചയാണ് ഇനി നടക്കാൻ പോകുന്നത്. രേഖാമൂലം ഉറപ്പുകൾ നൽകണമെന്നാണ് നിലവിൽ കുടുംബാംഗങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം, അബ്രഹാമിന്റെ കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി, അബ്രഹാമിന്റെ ഭാര്യയുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കുക, അതോടൊപ്പം ഈ അക്രമകാരിയായ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലുക, ഈ ആവശ്യങ്ങളെല്ലാം തന്നെ സർക്കാർ ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇനി അതിൽ ബാക്കി നിൽക്കുന്നത് രേഖാമൂലം ഈ ഉറപ്പുകൾ നൽകുക എന്നുള്ളതാണ്. ഇതിന്മേലാണ് ഇനി അവസാനവട്ട ചർച്ച നടക്കാൻ പോകുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ചർച്ചകൾ നടക്കും. അതിനുവേണ്ടിയുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഈ ചർച്ചയെ ആസ്പദമാക്കിയിരിക്കും ഇനി തുടർ നീക്കങ്ങൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചർച്ച വിളിച്ച സാഹചര്യത്തിൽ കക്കയത്ത് നടന്നുകൊണ്ടിരുന്ന 8 മണിക്കൂർ നീണ്ട സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇനി നാളെയായിരിക്കും നടക്കുക. നിലവിൽ ഇന്നലെ വൈകിട്ട് 3 മണിയോടുകൂടിയാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ അബ്രഹാം മരിക്കുന്നത്. തുടർന്ന് ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയായിരുന്നു. ആവശ്യങ്ങളിൽ ചർച്ച മാത്രമാണ് നടന്നത്. ഇവ അംഗീകരിക്കാതെ വന്നതോടെ ഈ അബ്രഹാമിന്റെ കുടുംബം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ഉൾപ്പെടെ സമ്മതിക്കാതെ വരികയായിരുന്നു. അങ്ങനെ പോസ്റ്റ്മോർട്ടം നടപടികൾ വളരെയധികം വലിയ രീതിയിൽ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അതോടൊപ്പം കക്കയത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയേണ്ടത് ഈ അക്രമകാരിയായ കാട്ടുപോത്തിനെ വെടിവെക്കാനുള്ള ഉത്തരവ് വൈകിയതാണ്. രാവിലെ RRT സംഘം കക്കയത്ത് എത്തുമെന്നും ഈ കാട്ടുപോത്തിനെ കണ്ടെത്തി മയക്കുവെടി വെക്കുമെന്നും അറിയിച്ചിരുന്നു. പക്ഷേ വൈകിട്ട് വരെ ആയിട്ടും RRT സംഘം അവിടെ എത്തിയില്ല. കാട്ടുപോത്തിനെ ട്രാക്ക് ചെയ്യാനും കഴിഞ്ഞില്ല. അതോടെയാണ് താമരശ്ശേരി ബിഷപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ കക്കയത്തേക്ക് എത്തിയത്. താമരശ്ശേരി ബിഷപ്പ് എത്തിയതോടെ ഈ പ്രതിഷേധത്തിന്റെ രൂപവും ഭാവവുമായി മാറി ആളുകൾ വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു. അതിനിടയിലാണ് സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് താമരശ്ശേരി ബിഷപ്പ് തന്നെ രംഗത്തെത്തുന്നത്. അതായത് ഈ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ സർക്കാരിനാവുന്നില്ലെങ്കിൽ മലയോര മേഖലകളിലെ ഭരണം തങ്ങൾ ഏറ്റെടുക്കുമെന്നുവരെ താമരശ്ശേരി ബിഷപ്പ് മുന്നറിയിപ്പ് നൽകി. മുഖ്യമന്ത്രിയും വനമന്ത്രിയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നില്ല. അത്തരത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നിയമനിർമ്മാണം ഉൾപ്പെടെ നടത്തിയാലേ മാത്രമല്ല ഈ സമരം നടത്തുന്ന ആളുകൾക്കെതിരെ കേസെടുക്കാനും താമരശ്ശേരി ബിഷപ്പ് വെല്ലുവിളിച്ചു. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ഇന്ന് കക്കയത്ത് കണ്ടുകൊണ്ടിരുന്നത്. അതിന് സമാനമായ രീതിയിൽ കോഴിക്കോട് നഗരത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണെങ്കിലും ശരി രാഹുൽ, എന്തായാലും ഇന്ന് പലതവണ ചർച്ചകൾ നടത്തി തീരുമാനമായില്ല. ഒരു വട്ടം കൂടി ചർച്ച അല്പസമയത്തിനകം തുടങ്ങും. കളക്ടറേറ്റിൽ പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട്.